ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു അസ്കർ തെഞ്ഞിപ്പലം ലൈവ്. നമ്മൾ ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി ആ ഏരിയയിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ റോഡ് ബ്ലോക്സിനെ കുറിച്ച് ആണ് നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. കുറേയേറെ റോഡ് ബ്ലോക്സ് ഉണ്ട്. എല്ലാവരുടെ റോഡ് ബ്ലോക്സും ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം റോഡ് ബ്ലോക്സ് ഒരാൾക്ക് ഉണ്ടാവണമെന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള റോഡ് ബ്ലോക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് റോഡ് ബ്ലോക്സിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. നമ്മുടെ റോഡ് ബ്ലോക്സ് എന്താണെന്നുള്ളത് നമ്മളാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ചിലർ പറയും കാഴ്ചയിൽ എനിക്കങ്ങനെ റോഡ് ബ്ലോക്സ് ഇല്ല സർ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്തിനോട് അട്രാക്ഷൻ, അങ്ങനെ പ്രത്യേകിച്ച് എന്തിനോട് അഭിനിവേശം, അങ്ങനെ അത് കണ്ടിരുന്നിട്ട് അങ്ങനെ എൻ്റെ ചിന്തകൾ മാറിപ്പോകുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. ഗുഡ്, അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. കേൾവിയിൽ പ്രശ്നമില്ല, പക്ഷേ പറച്ചിലും കേൾവിയിലും പ്രശ്നമില്ല, കാഴ്ചയിൽ പ്രശ്നമുണ്ട്. തിരിച്ചും മറിച്ചും ഏറ്റവും അധികം 2 ഏരിയകളാണ് ഏറ്റവും വലിയ ചാലഞ്ച്. എല്ലാ ഏരിയയും ഒരുപോലെ ചാലഞ്ചാണ്, പക്ഷേ ഏറ്റവും അധികം ചാലഞ്ച്, ടോപ്പ് ചാലഞ്ച് കാഴ്ചകൾ. മനുഷ്യൻ്റെ ചാലഞ്ചുകളിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ചാലഞ്ച് കാഴ്ചകൾ. കാഴ്ച മനുഷ്യനെ ഒരുപാട് ലോകത്തേക്ക് മനസ്സുകൊണ്ട് മനനം ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാൻ കാഴ്ചക്ക് വളരെയധികം ശക്തിയുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ നാവ് വാക്ക് പറയലും കേൾക്കലും സ്പർശനമൊക്കെ വരുന്നുള്ളത്. സോ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മുടെ പേഴ്സൻറ്റേജ് ഓഫ് റോഡ് ബ്ലോക്കും പേഴ്സൻറ്റേജ് ഓഫ് പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നന്നായിരിക്കും. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് പ്രൊഡക്ടിവിറ്റി? അതൊരു സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെർസെൻറ്റേജ് ഓഫ് പ്രൊഡക്ടിവിറ്റി, പെർസെൻറ്റേജ് ഓഫ് റോഡ് ബ്ലോക്സ്. അപ്പോൾ കാഴ്ചയുടെ പുറകിൽ ആ കാഴ്ച, ആ പിക്ചർ ഒരു ചെറിയ പിക്ചറായിരിക്കും. ഒരുപാട് വലിയ പിക്ചറൊന്നും ഉണ്ടാവില്ല. ഒരു വളരെ ചെറിയൊരു പിക്ചർ നമ്മുടെ മനസ്സിനെ ധാരാളമായി സ്വാധീനിക്കുകയും ഒരു പക്ഷേ ബ്രെയിൻ മെമ്മറിയുടെ ഏറ്റവും സിംഹഭാഗം അത് ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനർത്ഥം ആ വിഷ്വൽ നമ്മുടെ തോട്ട് സോണിനെ കംപ്ലീറ്റ് നിറച്ച് കളയുന്നു എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡായിട്ടുള്ള ഒരു തോട്ട് സോൺ ആ ഒറ്റ റീസൺ കൊണ്ട് ജനറേറ്റായി എന്നുള്ളത് കാണാൻ പറ്റും. അത് ഫുള്ളാവുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയാതെ വരും. മോഷ്ടാക്കളെ കണ്ടിട്ടുണ്ട്. മോഷ്ടിക്കുന്ന ആളുകൾ, പലതരം മോഷ്ടാക്കളുണ്ട്. നമ്മൾ മോഷ്ടാവെന്ന് പറഞ്ഞാൽ നമുക്ക് വീട് കുത്തി തുറന്ന് സ്വർണ്ണമെടുക്കുന്ന ആളെയാണ് നമുക്ക് ഓർമ്മ വരിക. മോഷ്ടാക്കൾ പല രൂപത്തിലാണ്. ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള രചനകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അതിനുവേണ്ടി കോടതികളിലൊക്കെ കേസും കാര്യങ്ങളും. അപ്പം മോഷ്ടാക്കൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷ്ടാക്കളുണ്ട്. വെറും കാശ് മോഷ്ടിക്കുന്ന, അല്ലെങ്കിൽ കള്ളക്കണക്ക് എഴുതിയുണ്ടാക്കി മോഷണം നടത്തുന്ന, അല്ലെങ്കിൽ അന്യൻ്റെ ഭാര്യയെ മോഷ്ടിച്ച് പോകുന്ന, മറ്റ് പാടില്ലാത്ത പലതും മോഷ്ടിക്കുന്ന പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പറയും കണ്ണിലേക്ക് നോക്കിയിട്ടാണ് അവൻ മോഷ്ടിച്ചത്. എൻ്റെ ബാഗിലുള്ള ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയ പോക്കറ്റടിക്കാരെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അതും ഒരു ടൈപ്പ് ഓഫ് മോഷ്ടാക്കളാണ്. ഈ എല്ലാ മോഷ്ടാക്കളും ഈ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ആക്ഷനിലേക്കും ഒരാളെ കൊണ്ടുപോകുന്നതിൽ അയാളുടെ മനസ്സിൽ പിക്ചറിന് വലിയ സ്വാധീനം ഉണ്ടാവും. പിക്ടോറിയലായിട്ടുള്ള വളരെ വലിയ ഇൻഫ്ലുവൻസ് അയാൾക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ
പിക്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് വളരെ ഹൈ ആണ് എന്നറിഞ്ഞു. ദിവാസ്വപ്നം കാണുന്ന ആളുകളെ കാണാറില്ല നമ്മൾ. പോസിറ്റീവായിട്ട് സ്വപ്നങ്ങൾ കാണുന്ന ആളുകളെ കാണാറുണ്ട്. പകൽ സമയങ്ങളിൽ പ്രേമമൊക്കെ ആളുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലവ് അഫെയറൊക്കെ ഇതേപോലുള്ള ചെറിയൊരു പിക്ചർ ബേസ്ഡായിട്ട് ഇങ്ങനെ ലവ് അഫെയറൊക്കെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ റേസ് ചെയ്യപ്പെടുന്നത് കാണാൻ പറ്റും. അതേപോലെ നല്ല സ്വപ്നം കാണുന്ന ആളുകൾ, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഡെവലപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്വപ്നങ്ങൾ, ഡ്രീമിനെ ഗോൾസിലേക്ക് കൺവേർട്ട് ചെയ്ത് പിക്ചോറിയലായി പിക്ചറൈസ് ചെയ്യുന്നതാണ്. ഈ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതിൻ്റെ ബേസിക് റീസൺ, ഈ പിക്ചർ ഒരു മനുഷ്യൻ്റെ ന്യൂറോ പാത്വേകൾ വളരെ സീരിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഡിസംബർ 9 മുതലുള്ള സെഷനിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പിക്ചർ ഓറിയൻറ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കണം, പിക്ടോറിയലാക്കണം, ക്രിസ്റ്റലൈസ് ചെയ്യണം എന്നൊക്കെ പറയാനുണ്ടായ കാര്യം. അപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ പിക്ചറിന് സയൻറ്റിഫിക്കലി ഇത്രയധികം വലിയ മാനങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലുള്ള പിക്ചേഴ്സാണ് ഇനി ഏത് ടൈപ്പിലുള്ള പിക്ചേഴ്സാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റിന് റോഡ് ബ്ലോക്കായി മാറുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലപ്പോഴും പല പിക്ചേഴ്സും നമുക്ക് റോഡ് ബ്ലോക്ക്സ് ആവും. നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ പ്രോഡക്റ്റിവിറ്റിയെ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോഡക്റ്റിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യാൻ തടസ്സമുണ്ടാക്കുന്ന, മനസ്സ് ശ്രദ്ധ തെറ്റിപ്പോകുന്ന ചിത്രങ്ങൾ, വിചാരങ്ങൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ, പ്രൊഡക്റ്റീവ് അല്ലാത്ത വിചാരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള വിചാരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ, ഇത് കാണാൻ, ചിത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ രൂപങ്ങളൊക്കെ ആവും, മനുഷ്യരൂപമാവും, ഫോട്ടോസാവും, വീഡിയോ ആവാം, എന്തും ആവാം. അത് നമ്മുടെ ഉള്ളിൽ കളർഫുള്ളായിട്ട് നിലനിൽക്കുകയും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ കണ്ണുകളെ നമ്മൾ താഴ്ത്തുക എന്നുള്ള ഒരു യൂണിവേഴ്സൽ ലോ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. നമ്മുടെ കണ്ണുകളെ ശരിക്കും നമ്മൾ ആ നോട്ടത്തിലേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അത് എന്ത് തരത്തിലുള്ള ചിത്രമായിരുന്നാലും രൂപമായിരുന്നാലും അതൊരു ചാലഞ്ചിങ് ആണ്. ബട്ട് വി നീഡ് ടു പ്രാക്ടീസ് ഇറ്റ്. ബൈ പ്രാക്ടീസിങ് ഇൻ ആൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം, പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഒരു പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ വളരെ കാര്യമായ ചേഞ്ചസ് ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. സോ എഫേർട്ട് അതിനകത്ത് നീഡഡാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ. സോ എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡിക്ഷനുള്ള ഏരിയ. അപ്പോൾ ഇതിൻ്റെ വിസിബിലിറ്റി അഡിക്ഷനാണ്, വിഷ്വൽ അഡിക്ഷനാണ്. ഞാൻ ഇന്നത് കാണുന്നതിൽ വളരെയധികം ഇഷ്ടം കാണുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ചെറിയൊരു ചാലഞ്ചിങ് ആണെങ്കിൽ പോലും ഒരു ശകലം ടൈം എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റിയാൽ, ആ ചാലഞ്ചിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയാൽ നമ്മൾ മെല്ലെ മെല്ലെ സക്സസ്ഫുൾ ആകും എന്നുള്ളതാണ്. സോ ട്രൈ ടു ബി മോർ സക്സസ്ഫുൾ ഇൻ വിഷ്വൽ ചാലഞ്ചസ്. ഇത്തരത്തിലുള്ള വിഷ്വൽ റോഡ് ബ്ലോക്സിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവാൻ പറ്റിയാൽ ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി എന്നുള്ള ഏരിയയിൽ നമുക്കൊന്നുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി മോസ്റ്റ് ഓഫ് ദ ടൈം ഇത്തരത്തിലുള്ള റോഡ് ബ്ലോക്സിൽ ഏറ്റവും അധികം വലിയ റോഡ് ബ്ലോക്കായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് ഈ തരത്തിലുള്ള വിഷ്വൽ റോഡ് ബ്ലോക്സ് ആണെന്നുള്ളതാണ്. സോ ഇത് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചാൽ, ഇതിനെ നമുക്ക് ഓരോന്നും നുള്ളി എടുത്ത് പുറത്ത് കളയാൻ സാധിച്ചാൽ, ദാറ്റ് വിൽ ഗിവ് യു ട്രമെൻഡസ് റിസൾട്ട്. ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള റിസൾട്ട് നമ്മുടെ ലൈഫിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അതിന് സഹായിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും ബുക്ക് പേനയൊക്കെ എടുത്ത് വിച്ച് ഈസ് ദ സീരിയസ് റോഡ് ബ്ലോക്സ് ഇൻ വിഷ്വൽ ഏരിയ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് നെക്സ്റ്റ് ഡേയിൽ മൂവ് ചെയ്യാം. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ് ആൻഡ് താങ്ക് യു സോ മച്ച്.
എല്ലാവരും അവരുടെ കമൻറ്റുകൾ, ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സുകൾ, അഭിപ്രായങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു ആൻഡ് ലവ് യു ആൾ.